നമസ്കാരം. ശ്രീ വൈശാഖ മഹാത്മ്യം. ഇന്ന് 25-ാം അധ്യായം. വൈശാഖ മാസം 25-ാം ദിവസം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ പാരായണം ചെയ്യുന്ന വൈശാഖ മഹാത്മ്യ ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ഗോവിന്ദ ഹരി ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചെയ്തു വന്നുൾ ഉത്തമ കിളിപ്പെണ്ണെ ശുദ്ധമാനസേ ബാലേ. ഓം തൽസത്. കൽപ്പുമാൻ ഭൂപതി ചോദിച്ചു പിന്നെയും 30 തിഥി മാസം എന്നതിൽ മുഖ്യത ഏതിനെന്നും അരുൾ ചെയ്യണം. ശില്പമാം ചോദ്യങ്ങൾ കേട്ടു മുനീശ്വരൻ ഉൽപ്പന്നമോദീന ചൊല്ലിനാനിങ്ങനെ. 30 മാധവേ മുഖ്യമറിയുക നീ അല്പധർമ്മം കൊണ്ടനവധി പുണ്യവും സ്നാന ജപ ഹോമ വിഷ്ണു പൂജാദിയും ദാനം മുതാകൃത ശ്രാവണം ചെയ്കിലോ. ദാരിദ്ര്യരോഗ ഭയദുഃഖമെന്നിവ ദൂരെ ഗ്രമിക്കും ശ്രവിച്ചാൽ കഥാമിമാം. ഓം ശ്രീകൃഷ്ണായ നമ. അത്യാദിദോഷങ്ങളെല്ലാം ദഹിച്ചുപോം. സത്യമറിയുക പ്രയത്നമിതീനില്ല. സ്നാനത്തിനെന്തു വൈഷമ്യം നിനക്കിലോ. ദാനത്തിനു ദിവ്യമേറെ വേണ്ടിയില്ലതും വാദശീതാദിയുമില്ല. ഓം തൽക്കാലത്തു സാധുക്കളെല്ലാം ഭജിക്കുന്നതിങ്ങനെ. ഓം ശ്രീകൃഷ്ണായ നമ. ക്ഷീരത്തിൽ നിന്നെടുത്തൊരു നെയ്തുല്യമാം സാരമമാവാസി ചൈത്രമാസേ ശുഭം. അല്പധർമ്മം പിതൃക്കന്നു ചെയ്കിലോ പിൽപ്പാടു കോടി ഫലങ്ങൾ സിദ്ധിച്ചിടും. അത്ര സഖേ പിതൃഗാഥാ പുരാതനാം പുത്രമുദ്ദിശ്യ പറയുന്നതുണ്ടു ഞാൻ. സാവർണമന്വന്തരേ പണ്ടുഭൂതലേ താവൽ കലിയുഗം 30 ചെന്ന നാൾ. ആനരദേശേ പിറന്നോരു ധന്യനും മാന്യനാകും ധർമ്മവർണ്ണനെന്നു നാമം. സത്രയാഗം കഴിച്ചിടുവാൻ ആരംഭം എത്രയും ഘോഷിച്ചു കൊണ്ടാൻ മുനീവരൻ. ദിവ്യമാം പുഷ്കര ക്ഷേത്രേ മഹാകൃതോ ദിവ്യജനങ്ങൾ പലരുമേകിത്തതാ. കേജിൽ പുരാണ കഥാതി ചൊല്ലിയിടിനാൻ. കേജിൽ ജനം കലി പുണ്യങ്ങളോതിനാർ. അല്പധർമ്മങ്ങളാൽ ഊർധ്വലോകപ്രാപ്തി കെൽപ്പോടനുഭവിച്ചിടും കലിയുഗേ. വത്സരം കൊണ്ടു കൃതസാധ്യമാം ഫലം സിദ്ധിതം 2 മാസം 1 ദ്വാപര ക്ഷേണ കാൺക നാമിക്രമാൽ സാഫല്യമേറ്റം വരും നാമകർമ്മണ. ദാനാദയാദികളില്ലാத കാലത്തു ദാനമമ്പോടു ചെയ്താലധികം ഫലം. ദുർഭിക്ഷകാലേ സുഖദീതനാത്തിനു അത്ഭുത പുണ്യങ്ങളെന്തു ചൊല്ലാവതും. ഇത്തം കലികാല വർണ്ണനം കേട്ടള ഉത്തവനാകുന്ന നാരദ മാമുനി. തന്നോട് നാവൊരു കയ്യാൽ ഗ്രഹിച്ചവൻ അന്യകരേണ ശിഷ്ണാഗ്രം ഗ്രഹിച്ചവൻ. ഉച്ചത്തിലേറ്റം ചിരിച്ചും മതിച്ചവൻ നൃത്തവും ചെയ്താൻ കളിച്ചു പുളിച്ചഹോ. കണ്ടു മഹാജനം ചോദിച്ചു നീ എന്തു കൊണ്ടിത്തരം പത കാട്ടുന്നു ഗോഷ്ഠികൾ. ഉത്തമനാം കലി തൻ മഹത്വം കേട്ടു ചിത്തസന്തോഷേണ മത്തനായേനഹം. സത്യമത്രേ ഭവാൻമാരുര ചെയ്തതും ദുർഘടത്വം പിന്നെയൊന്നുണ്ടു കൂടവേ. നാവും ഭഗവുമില്ലായികിലോ മേലിനി സേവിക്ക മിക്കവാറും യോഗ്യത വരും. ഈ 2 സൗഖ്യം വരുത്തുവാനായി ജനം ഭൂരി യത്നം മരിപ്പോളവും ചെയ്തിടും. യത്നത്തിനാളള്ള എന്നു വന്നാലവൻ ചിത്തേയതു തന്നെ ചിന്തിച്ചു ദുഃഖിക്കും. പിന്നെ മരിച്ചും ജനിച്ചും പുനരതു തന്നെ നിനച്ചും ഭ്രവിച്ചും ഭവാമുദോ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം തത്സത്. ദുഃഖത്തിനുള്ളൊരു വിത്തുക്കൾ 2 ഉൾക്കാമ്പിലോർത്തു. ഓം ശ്രീകൃഷ്ണായ നമ.
ഇക്കാലമത്ര വസിച്ചിടരുതിനി ദുഷ്കൃതീയാം കലി കാലം കഴി ഇത്തം വിധീസുത ഭാഷിതം കേൾക്കയാൽ സത്രവും തത്ര സമർപ്പിച്ചു താപസൻ. ശീഘ്രമോരോ വഴി പോയാർ ജനങ്ങളും ആക്രമിച്ചു കലി തന്നെ ദോഷങ്ങൾ. ഓം ശ്രീകൃഷ്ണായ നമ. കാൺമതീനായി നടക്കും ദശാന്തരെ ഭൂമിയിലു. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീകൃഷ്ണായ നമ. ഇത്തം വിധീസുത ഭാഷിതം കേൾക്കയാൽ ദുഷ്കൃതീയാവം കാളം കഴിവോളം. ഇത്തം വിധീസുത ഭാഷിതം കേൾക്കയാൽ സത്രവും തത്ത സമർപ്പിച്ചു താപസൻ. ശീഘ്രമോരോ വഴി പോയാർ ജനങ്ങളും ആക്രമിച്ചു കലി തന്നെ ദോഷങ്ങൾ. നിർമ്മലന്മാരാ മുനിമാരുടെ ഗിരം ധർമ്മപർണൻ കേട്ടു സന്യസ്ത ചിത്തനായി. ഭൂമിയിലുള്ള ദോഷഭേദങ്ങൾ കാൺമതീനായി നടക്കും ദശാന്തരെ. തത്ര തവ കണ്ടാൻ ചില വാർത്തകൾ ബുദ്ധി പോരാതെ വിശേഷങ്ങൾ ചൊല്ലുവാൻ. ദോഷകർമാചാരരായി കലശീലരായി പാഷഗണ്ഡിന്മാരായി ദ്വിജമെല്ലാരും ഏഷണമെല്ലാം ത്യജിച്ചു ശൂദ്രജനം. കാഷായ വസ്ത്രവും പൂണ്ടു സന്യസ്തരായി ഭർതൃജനങ്ങളെ ദ്വേഷിച്ചു നാരിമാർ. ഭൃത്യരായുള്ളവർ സാമീജനത്തെയും ആചാര്യനോടു വൈര്യം നിജ ശിഷ്യനും. ആശുശൂദ്രപ്രായമായി ദ്വിജജനം ആടുകൾ പോലെയായി വന്നു സമസ്തവും. മാടുകൾ എന്നറിയുക പാലക. വേദവും പാട്ടുപോലെ ബലഹീനമായി പ്രേതഭൂതാതിസേവാരതരായി ജനം. സാക്ഷാൽ വ്യവായം പുരുഷാർത്ഥമെന്നതും സാക്ഷിയായുള്ളവൻ കൈതവം ചൊൽകയും. കർമ്മവും വാക്കും മനസ്സും ഒന്നായി വരാം. ദുർമാർഗമെന്നിയെ പോക്കുമാറില്ലാരും. തക്ക വിദ്യാനൃപ പൂജ്യനായും വരും. ധികൃതമായി വരും മറ്റുള്ള വിദ്യകൾ. ശ്രോത്രിയന്മാർക്കു ദാരിദ്ര്യവും വർദ്ധിച്ചു. ക്ഷേത്രവും പാഷാണ്ഡഭൂമിയായി വന്നുപോയി. സാദം മുഹൂർത്തമിത്യാദി ചൊല്ലിയിടുവാൻ ശൂദ്രരായി വന്നു വിധിക്കൂ മഹീതലേ. നേരെന്നതെങ്ങറി എന്നറിവില്ലാർക്കും. ഭ്രാതാഭഗീനിയിൽ താതനും പുത്രിയിൽ ചേതസു ചെന്നുകൂടും ദൃഢം പ്രായശോ. സാധുജനത്തിൻ്റെ ദ്വേഷമന്വേഷിച്ചു ചേതസ കണ്ടു നിന്ദിക്കുമെല്ലാവരും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ 100,000 മംഗലചേതനൻ ധർമ്മപർണൻ കണ്ടു. ശാപേന വംശം ക്ഷയിച്ചു പോമെന്നോർത്തവൻ ദീപാന്തരമായി നടന്നാൻ ചിരകാലം. ഒന്നിലും ആശ കൂടാതെ നടന്നവൻ ചെന്നുപൊക്കാൻ ത്രിലോകേ ഒരു ദിനം. അധ്യായവും 25 ഇങ്ങനെ പൃഥ്വീശ ചൊന്നേന്തരിക്കനീ ശേഷവും. ഓം തത്സത്. ഇതി വൈശാഖ മഹാത്മ്യേ പഞ്ചവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഈ അധ്യായം സമർപ്പിക്കുന്നു. വൈശാഖ മഹാത്മ്യം 25-ാം അധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.